ഇന്നും നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന, നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു അത്ഭുതം നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. പാലക്കാട് ജില്ലയിലെ തിരുവത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് സെയ്ദ് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു മഹാൻ അടങ്ങിയിരിക്കുന്ന ഒരു പള്ളിയുണ്ട്. ആ മഹാന്റെ കബറിടത്തിനോട് ചേർന്ന് ഒരു കാഞ്ഞിരമരമുണ്ട്. നമുക്കറിയാം കാഞ്ഞിരമരം എത്രത്തോളം കയ്പുള്ളതാണെന്നുള്ളത്. എന്നാൽ ഈ ഉപ്പാപ്പാടെ ആണ്ട് നേർച്ചയുടെ ആ ദിവസം ഇവിടെ വന്ന് ഈ കാണുന്ന കാഞ്ഞിരമരത്തിൻ്റെ ഇല കഴിച്ചാൽ ആ ഇലയ്ക്ക് തേനൂറുന്ന മധുരമാണ്. ഇത് വെറുതെ പറയുന്നതല്ല കേട്ടോ, ഇവിടെയുള്ള അനുഭവസ്ഥർ പറയുന്നതാണ്. ആ അനുഭവസ്ഥരിൽ പലരും മറ്റു മതങ്ങളിൽപ്പെട്ട ആളുകളാണ്. ഒന്ന് കേട്ടു നോക്കൂ ഈ പള്ളിയെക്കുറിച്ചും ഇവിടെ അടങ്ങിയിരിക്കുന്ന മഹാന്റെ അത്ഭുത പ്രവൃത്തികളും ഇവിടെയുള്ള ഹൈന്ദവ സഹോദരങ്ങൾ പോലും പറയുന്നത്. നിങ്ങൾ ഈ കേൾക്കാൻ പോകുന്ന കാര്യം, കാണാൻ പോകുന്ന കാര്യം ആദ്യം കേൾക്കുമ്പോൾ വിശ്വസിക്കില്ല. പക്ഷേ ഇവിടെയുള്ള ആളുകളുടെ അനുഭവം കേൾക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കും. ഇതൊരു മക്കാം പള്ളിയാണ്. ഇവിടെ ഒരു മഹാൻ അടങ്ങിയിട്ടുണ്ട്. ഈ പള്ളിയുടെ പേര് തെരുവത്ത് മക്കാം എന്നാണ് ഈ പള്ളിയുടെ പേര്. ഇവിടെ അടങ്ങിയിരിക്കുന്ന മഹാന്റെ പേര് സെയ്ദ് മുഹമ്മദ് എന്നാണ്. ചെന്നൈയിൽ സ്വദേശിയായ അദ്ദേഹം ഇവിടെ വരികയും ഇവിടെയുള്ള ആളുകളുമായി ബന്ധപ്പെട്ട കുറെ ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കത് ഇവരെ തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. സുഹൃത്തുക്കളെ നമസ്കാരം, ഞാൻ മഹേഷ് വടക്കഞ്ചേരിയാണ്. ഞാനൊരു പള്ളിയെ പരിചയപ്പെടുത്താണ്. പള്ളി എന്ന് പറയുമ്പോൾ ഈ പള്ളി വളരെ ഐതിഹ്യമുള്ള ഒരു പള്ളിയാണ്, വളരെ സത്യമുള്ള ഒരു പള്ളിയാണ്. പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. ഞാൻ ഹിന്ദുവായി ഞാനിത് പറയുന്നതിന് കാരണം, ഒരുപാട് ജനങ്ങൾക്ക്, കേരളമല്ല, തമിഴ്നാടല്ല, കർണാടകയല്ല, ഒരുപാട് ജനങ്ങളുടെ പ്രാർത്ഥനകൾ, അതുപോലെ അവരുടെ വിശ്വാസങ്ങൾ നേടിയെടുത്ത ഒരു വ്യത്യസ്തമായ ഒരു പള്ളിയാണ് ഈ കാണുന്നത്. ഈ പള്ളിക്ക് ഈ കാണുന്ന കാഞ്ഞിരം ഉണ്ടല്ലോ, ഈ കാഞ്ഞിരം ഇവിടുത്തെ വർഷം എത്തുമ്പോഴത്തേക്ക് കാഞ്ഞിരത്തിന്റെ ഇലകൾ കംപ്ലീറ്റ് പൊഴിഞ്ഞ് തളർക്കും. ആ തളർപ്പ് നമ്മൾ പൊട്ടിച്ച് വായിൽ വെച്ചാൽ മതിരിക്കും. പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. അതുകൊണ്ടാണല്ലോ ഇത് പൊട്ടിച്ച് നമ്മൾ നോക്കുന്നത്. പരീക്ഷണം, ദൈവ പരീക്ഷണം അല്ല കേട്ടോ. നമുക്ക് അങ്ങനെ ഒരു വിശ്വാസമാണ് കേട്ടോ. അല്ല, എപ്പോഴെങ്കിലും കഴിച്ചിട്ടുണ്ടോ? ഞാൻ കഴിച്ചപ്പോ എനിക്ക് മതിരിച്ചിട്ട് ഉറപ്പായിട്ട്. ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് എവിടെയാന്ന് വെച്ചാൽ പാലക്കാട് ജില്ലയിൽ കുഴൽമന്നം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് മാത്തൂർ റോഡ് അവിടെ ഉണ്ട്. കുഴൽമന്നത്ത് മാത്തൂർ റോഡ്, അവിടെ നിന്ന് ഒരു 2-3 കിലോമീറ്റർ ഉള്ളിലേക്ക് വന്നാൽ മാത്തൂര് ഈ തിരുവത്ത പള്ളി കാണാൻ കഴിയും. ഭയങ്കര വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇവിടെ എനിക്ക് മാത്രമല്ല, ഒരുപാട് ഹിന്ദുക്കൾ തന്നെ ഈ പള്ളിയെ കുറിച്ച് എപ്പോഴും പറയാറുള്ള ഒരു സംഭവമാണ്. അത്ര വിശ്വാസമാണ് ഈ പള്ളി. ഇവിടുത്തെ ഓരോരുത്തരുടെയും ഇവിടുത്തെ പണ്ഡിതന്മാരൊക്കെ എന്ത് സപ്പോർട്ടും, അവിടെ ജാതി മതം ഇല്ലാണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പള്ളി ഉണ്ടെങ്കിൽ അത് മാത്തൂർ പള്ളി തന്നെയാണ്. വന്ന് നോക്ക്, ഞാൻ പറയുന്നതല്ല, നിങ്ങൾ ഇവിടെ വന്ന് നോക്കിയാൽ അതാണ് വിശ്വാസമാണല്ലോ നമ്മളെ രക്ഷിക്കുന്നത്. വിശ്വാസം നിങ്ങൾ എന്തൊരു കാര്യം മനസ്സിൽ വിചാരിച്ച് ഇവിടെ വന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന്റെ ഫലം കണ്ടിരിക്കും. എന്റെ പേര് പ്രകാശൻ. അതുകൊണ്ട് ഞങ്ങളുടെ കുട്ടിക്കാലം മുതൽ കേൾക്കുന്നത് തങ്ങളെ കഴിഞ്ഞ ഗുരുവായൂരപ്പ തങ്ങളെന്നാ പറയും. മന്നമുത്തി തങ്ങളെ, ഞങ്ങളുടെ മന്നമുത്തി പ്രാദേശികമായിട്ട് മന്നമുത്തി കഴിഞ്ഞാൽ പിന്നെ അടുത്ത തങ്ങളെന്ന് വിളിക്കും. ജാതി മത ഭേദമന്യേ എല്ലാവരും ഒന്ന് ആരാധിക്കുന്ന ഒരു സ്ഥലമാണ്. ഇപ്പൊ ശബരിമല സീസണായി കഴിഞ്ഞാൽ എല്ലാവരും മാറിയിട്ട് വന്ന് ഈ കുളത്തിലെ ഈ കുളത്തിൽ കുളി കഴിഞ്ഞാൽ പള്ളിയിൽ കയറി തൊഴുതിട്ടാണ്. മാറിയിട്ട് സ്വാമിമാർ വന്ന് കുളത്തിൽ കുളിച്ച് ചരണവും വിളിച്ചു കഴിഞ്ഞാൽ നേരെ പോയി പള്ളിയിൽ പോയി തൊഴുതി. അതായത് ഇവിടെ ഒരു മനയുണ്ട്, ഇളയാട്ട മന. അവര് ജന്മികളായിരുന്നു. അവരുടെയാണ് ഈ ഭൂമി മുഴുവൻ, ഈ പ്രദേശം മൊത്തം അവരുടെ കൈയിലായിരുന്നു. അപ്പൊ ഈ പൊള്ളാച്ചി ആനമല ഭാഗത്ത് ഒരു തങ്ങൾ വരികയും അപ്പൊ അദ്ദേഹത്തിന് ഇവിടെ വരൾച്ച നിൽക്കുന്ന സമയമായിരുന്നു. അപ്പൊ അവരത്തും തങ്ങുന്നു സംസാരിച്ചപ്പോ പാടത്ത് വരമ്പൊക്കെ കെട്ടാൻ മുടന്ന് രാത്രി മഴ പെയ്യുമ്പോൾ ഐതിഹ്യമാണ് നമ്മൾ കേട്ട് വളർന്നത്. പക്ഷെ അന്ന് രാത്രി മഴ പെയ്യും, നല്ല മഴ പെയ്തു, അവരുടെ കണ്ടത്തിലെല്ലാം വിളവ് കിട്ടി. അപ്പൊ അതിനുശേഷം അവർക്ക് ഇരിക്കാൻ, തങ്ങളിലിരിക്കാൻ അവരുടെ ഭൂമി തന്നെയാണ്. മനക്കാരെ കൊടുത്താണ്, അവരുടെയാണ്, അവര് കൊടുത്ത ഭൂമിയാണ് അത്. ഈ അവരുടെ ഖബർസ്ഥാൻ ഇതെല്ലാം മനക്കാർ കൊടുത്താണ്. അങ്ങനെ അവരവിടെ താമസിക്കും. ആ പള്ളി അതാണ് അവിടെ ഇരുന്ന സ്ഥലങ്ങൾ. ഇപ്പോഴും അതിന്റെ ഒക്കെ രേഖകൾ മുഴുവൻ അവരുടെ കയ്യിൽ തന്നെയാണ്. അവിടെ നിന്നാണ് ഫസ്റ്റ് നേർച്ച വരിക. അതായത് പ്രാദേശികമായിട്ട് എല്ലാവരും കുടുംബദൈവങ്ങൾ എല്ലാവരും ഉണ്ടെങ്കിലും ഈ മാതൃ പഞ്ചായത്ത് തങ്ങൾക്ക് ഒരു പങ്ക് മാറ്റി. അതല്ലേ. പേര് ഫ്രണ്ടിൽ നിന്നാണ് എന്റെ പേര്. ഞാനിവിടെ പള്ളിയുടെ തൊട്ടടുത്തുള്ള നിവാസിയാണ്. അയല കഴിച്ചാല് മധുരം തോന്നുന്നു. കാരണം കാഞ്ഞിരത്തിന്റെ ഇലക്ക് കയ്പല്ലേ, പക്ഷെ മധുരം തോന്നുന്നു. എന്താ അങ്ങനെ പറയുന്നത്? ഉള്ളതാണോ? അത് സത്യസന്ധമായ ഒരു കാര്യമാണ്.
അത് വളരെ ചേട്ടൻ വിശ്വാസം എനിക്ക് വിശ്വാസമാണ്. ഞാൻ ഒരിക്കൽ നേർച്ചയ്ക്ക് ഇത് മറ്റൊരാൾ എന്നോട് പറഞ്ഞിട്ട് എനിക്കത് വിശ്വാസം വരാതെ ഞാൻ നേർച്ച ദിവസം വന്ന് അത് ഭക്ഷിച്ചു നോക്കിയ ആളാണ്. സത്യമായിട്ടും അതിനന്ന് കയ്പില്ല. അത് എനിക്ക് തന്നെ അനുഭവപ്പെട്ടതാണ്. എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ പറയുന്നതാണ്. അത്രയും മഹത്വമായ ഒരു പള്ളിയാണിത്. ഞങ്ങൾ എല്ലാ മതക്കാരും ഒരേപോലെ വിശ്വസിച്ച് ഒന്നിച്ചു കൂടുന്ന ഒരു സ്ഥലമാണ് ഇവിടെ താണ്ട് നേർച്ച എന്ന് പറയുന്നത്. അതെ, എന്താണ് ഇവിടുത്തെ ഒരു ചരിത്രം എന്ന് പറയുന്നത്? കുറെ അത്ഭുതങ്ങൾ നിറഞ്ഞൊരു പള്ളിയാണല്ലോ ഇത്. അതെ അതെ അതെ. എന്തൊക്കെയാണ് കാര്യങ്ങൾ പറയാമോ? ഇവിടെ അസ്സലാമു അലൈക്കും. ഇവിടുത്തെ പ്രത്യേകത പറയുകയാണെങ്കിൽ ഇവിടെ വെള്ളമൊന്നും ഇല്ലാതെ ഭയങ്കര വരണ്ട കാലാവസ്ഥയായിരുന്നു. ഏത് വർഷമാണത്? അത് 450 വർഷം മേലെ ആവും. ഓക്കെ. അപ്പോ വെള്ളമൊന്നും ഇല്ലാതെ ഭയങ്കര വിഷമിച്ച് വെള്ളമില്ലാതെ ഇരുന്ന ഒരു കാലാവസ്ഥയായിരുന്നു. അപ്പോ ഇതിലൂടെ ഒരു നായന്മാര് പോയി. നായന്മാരോ? നായന്മാരുണ്ടായിരുന്നു. ഒരു ജമ്മി ഈ സ്ഥലം വന്ന് അവരുടെ ആയിരുന്നു. അപ്പൊ അവര് പോയി ചോദിച്ചു. ഈ മേഖല കൃഷി മേഖലയായിരുന്നു. കൃഷി മേഖലയായിരുന്നു. അപ്പൊ അവർക്ക് ചോദിച്ചു, ഞങ്ങൾക്ക് ഇരിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു ഉയർക്കാൻ വേണ്ടി ഒരു സ്ഥലം ചോദിച്ചു. അപ്പൊ ഞങ്ങൾ ഭയങ്കര വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്, വെള്ളമില്ലാണ്ട് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞു. അപ്പൊ നിങ്ങൾ അതിനെപ്പറ്റി പേടിക്കൊന്നും വേണ്ട, നിങ്ങളുടെ കൃഷി അവിടെ ഉണ്ടോ അതിലൊക്കെ പിന്നെ കഴായി പറഞ്ഞ കെട്ടാൻ വേണ്ടി പറഞ്ഞു, പാടമെല്ലാം കെട്ടാൻ വേണ്ടി പറഞ്ഞു. അന്ന് കെട്ടിയപ്പോ അന്ന് രാത്രി അവരിന്റെ പാടം മാത്രം യഥേഷ്ടമായി വെള്ളം നിറഞ്ഞു കിട്ടി. മഴ പെയ്തിട്ട് യഥേഷ്ടമായി മഴമായി പെയ്ത് വെള്ളം കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു മഖാം പള്ളിയാണിത്. ഈ പള്ളിയിൽ വന്ന് ഈ മഹാന്റെ സാമീപ്യത്തോടെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ മനസ്സിലെ ഏതാഗ്രഹവും അത് നല്ലതാണെങ്കിൽ ആ ആഗ്രഹം നിറവേറ്റാതെ ഈ പള്ളിയിൽ നിന്നും ഇറങ്ങേണ്ടി വരില്ല എന്നാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. തീർച്ചയായും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനുഷ്യർക്ക് നന്മ നൽകുന്നതാണ്, സ്നേഹം നൽകുന്നതാണ്. മതത്തിനുമപ്പുറം മതസൗഹാർദ്ദത്തിനും സ്നേഹസൗഹാർദ്ദത്തിനും പേരുകേട്ട ഇടം കൂടിയാണ് ഈ പള്ളി. ഇനിയും ഒരുപാട് പാവങ്ങൾക്ക് ഈ പള്ളിയുടെ സാമീപ്യം കൊണ്ട് ആശ്രയം കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശ്വാസം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.